കൺവിക്ഷന്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനോ ഞാൻ പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമകൾ വരട്ടെ, ഇനിയും ഇൻസ്പിറേഷൻസ് ഉണ്ടാവട്ടെ. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല, എനിക്ക് കത്തനാറും കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അത്രയും ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദ കൺട്രി ആസ് വെൽ. ബട്ട് ഇതൊരു നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് എനിക്ക് വരാൻ സാധിച്ചു. ഓൾ ദ വെരി ബെസ്റ്റ്. 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ ഞാൻ 2ഓടെ തീർന്നെന്നാണ് വിചാരിച്ചത് ഇത്. പക്ഷെ 3 എന്നെ സംബന്ധിച്ച്, എൻ്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെ എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഈ പ്രാവശ്യം ചതിക്കില്ലായിരിക്കും അല്ലേ? അപ്പം ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു മിഥുൻ, താങ്ക് യു വിജയ്. വിജയാണ് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത്. ഇത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ മുതൽ ഞാൻ മിഥുൻ എപ്പോഴാണ് എന്നെ വിളിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി സംതിങ് എൽസ് കാണാൻ കാത്തിരുന്നോളൂ. വലിയ യാത്രയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഏതാണ്ട് 32 വർഷമായി. അപ്പോൾ ആ 32 വർഷത്തിലെ ഏറ്റവും വലിയൊരു സിനിമ ഞാനും വർക്ക് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറേയധികം ടെക്നീഷ്യൻസ് ഇതിലുമുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. തേർഡിലേക്ക് വരുമ്പോൾ പുതിയ മിഥുന്റെ കൂടെയാണ് കുറച്ചധികം പുതിയ ആൾക്കാരുള്ളത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ക്യാമറ ടീം പുതിയതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പുതിയ സിനിമയ്ക്ക് പുതിയ കാലഘട്ടത്തിനുള്ള മാറ്റം അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് പേരും ബാക്കി പുതിയ കാലഘട്ടത്തിൽ നിന്ന് കുറെ അധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആട് 3 വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ ദിവസവും ബഡ്ജറ്റ് ഇടാനായിട്ട് ഞങ്ങൾ ഇരിക്കും. അപ്പോൾ ഓരോന്ന് കൂടി വരുന്നുണ്ട്. ഇതുവരെ ഇട്ടിട്ടില്ല. നാളെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ഷാൻ റഹ്മാനെ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പൊ ഷാൻ പറഞ്ഞു ഞാനെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു എന്നാണ് ഷാൻ പറഞ്ഞത്. ഷാൻ പുറത്താണ്. ഷാനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോ പുറത്താണ്. അപ്പോ ഈ സിനിമ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ക്രിസ്മസ് ആണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആട് 2 ജനങ്ങളെ ഏറ്റെടുത്തതുപോലെ ആട് 3 100% ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഏറ്റെടുക്കുന്നതാണ് എന്റെ വിശ്വാസം. അപ്പോ വിജയ് സാറിനും മിഥുനും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയാണ് പറയേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1ാമത്തെ പാർട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് ഷോ പത്മ തിയേറ്ററിൽ കഴിഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും ചെയ്തിട്ടും കളക്ഷൻ കുറവാണ്, പല പ്രതികരണം കുറവാണ്. അപ്പൊ അതിൽ നിന്ന് ഇന്നിവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നിർമ്മാണ കമ്പനി ആ വലിപ്പത്തോടൊപ്പം വലുതാകുകയും അത് 3ാമത്തെ പാർട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് മലയാള സിനിമയിലെ. ഒരുപാട് സന്തോഷം. ആട് 1-ലില്ലായിരുന്നു, ആട് 2-ലെ ഉണ്ടായിരുന്നുള്ള ഹിറ്റായി. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. അത് എഴുതുമെന്നാണ് പറഞ്ഞത് സാറിന്. എന്നാലും ഇത്രയും വലിയ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ രഞ്ജേട്ടൻ പറയുന്നുണ്ട്. ഷാജി ബാബുന്റെ സ്വന്തം ചേട്ടൻ വരും. ഞങ്ങളെല്ലാം പറയാനുള്ളത് പറഞ്ഞു. ചേട്ടൻ സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയാമെന്നുള്ളത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നും പറയുന്നത് അല്ല, സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാമോ ആർക്കെങ്കിലും? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തന്നെ ഞാനും പറയുന്നു. ആട് 3 ഗംഭീരമാവട്ടെ.
ഇതൊരാഘോഷത്തിന്റെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത് എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു.